വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അച്ചാറിന്റെ വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യണേ. നമുക്ക് ഒരു വെറൈറ്റി സാധനമാണ്. നമ്മൾ പോർക്ക് എടുത്തിട്ടാണ് ചെയ്യണേ. അപ്പോൾ നല്ല ലീൻ ആയിട്ടുള്ള മീറ്റ് എടുത്താണ്, തീരെ ഫാറ്റ് ഇല്ലാത്ത മീറ്റ് എടുത്താണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നേരത്തെ ചെയ്ത നാരങ്ങ അച്ചാർ വളരെ ഡെലിഷ്യസ് ആയിട്ട് വന്നായിരുന്നു. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കണം. അപ്പൊ അതുപോലെ തന്നെ സെയിം റെസിപ്പി തന്നെ നമ്മൾ നാരങ്ങയ്ക്ക് പകരം പോർക്ക് എടുക്കുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ് ചെയ്യുന്നത്. അച്ചാർ ഇടാനുള്ള എന്തൊക്കെ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ലീൻ ആയിട്ടുള്ള മീറ്റ് എടുത്തിട്ടുണ്ട്, പോർക്കിന്റെ ഫാറ്റ് ഇല്ലാത്തത്. ഇത് ഷോർട്ട് റിബിന്റെ പീസ് ആണ്. അപ്പൊ അതിനകത്ത് അത്രയും ഫാറ്റ് നമുക്ക് കുറവായിരിക്കും. എത്രത്തോളം ഫാറ്റ് ഇല്ലാണ്ട് ലീൻ ആയിട്ട് കിട്ടുന്നു അത്രയും നമുക്ക് അച്ചാറിന് കൂടുതൽ കാലത്തേക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു ഇത് കിട്ടും. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഗാർലിക് ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്, കറിവേപ്പില ഉണ്ട്. അപ്പൊ ഇതൊരു 2 കിലോ മീറ്റ് ആണ്. 2 കിലോ മീറ്റിനൊരു എന്താ പറയാ ഒരു 1/2 കിലോളം ഗാർലിക്കും അത്രയും തന്നെ ഇഞ്ചി, അത്രത്തോളം തന്നെ പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. കറിവേപ്പില പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് ഇടാൻ കുഴപ്പമില്ല. പിന്നെ ഇതൊന്നല്ലാതെ നമ്മൾ ഇടുന്നത് ഉലുവ, കടുക്, കായം. ഇത്രയും 3 സാധനങ്ങളാണ് നോർമൽ എല്ലാ അച്ചാറിലും നമ്മൾ ഇടുന്ന സെയിം സാധനങ്ങൾ. പിന്നെ നമ്മൾ കശ്മീരി മുളക് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ സാധാ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് ഉപയോഗിക്കാനുള്ളൂ. പിന്നെ നമുക്ക് മീറ്റ് കട്ട് ചെയ്യണം. വൺസ് മീറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണ ഓൾറെഡി ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. വൺസ് അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം, തീരെ വെള്ളമില്ലാത്ത രീതിയിൽ. അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ അച്ചാർ മൊത്തത്തിലങ്ങ് തീർക്കാം. അപ്പൊ നമ്മൾ മീറ്റ് കട്ട് ചെയ്യാൻ പോവാണ്. തീരെ ഫാറ്റ് ഇല്ല, ലീൻ ആയിട്ടുള്ള പീസാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പീസാണ് അച്ചാറുടെ ഏറ്റവും ബെസ്റ്റ്. കാരണം ഫാറ്റ് ഉണ്ടാകുന്ന നമ്മൾ അച്ചാറ് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യത കൂടും. അപ്പൊ നമുക്ക് എത്രത്തോളം ഫാറ്റ് കുറയാണോ, എത്രത്തോളം പ്യൂർ മീറ്റ് കിട്ടാണോ അത്രയും നമുക്ക് ബെസ്റ്റ് ആണ്. മീഡിയം സൈസിൽ, അധികം ചെറുതുമില്ല അധികം വലുതുമില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പൊ നമുക്ക് അച്ചാറിൽ നല്ല നൈസ് പീസുകൾ കിട്ടും. മീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കയറ്റി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. നമുക്കിത് ഫ്രൈ ചെയ്യാൻ പോകണം. അപ്പൊ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ബേസിക് മാരിനേഷൻ ചെയ്യാം. മാരിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്, മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിടും. അപ്പൊ നമ്മളത് ഒരു വളരെ 1-2 പിഞ്ച് മഞ്ഞപ്പൊടി ഉണ്ട്, പിന്നെ മുളക് പൊടി നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ഓൾമോസ്റ്റ് 1 ടീസ്പൂണോളം ഇടുക. ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ഫ്രൈയിലോട്ട് വെക്കാം. സിമ്പിൾ മാരിനേഷൻ ആണ്, അധികം സാധനങ്ങളൊന്നും ആഡ് ചെയ്യില്ല. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇനി അച്ചാറിന്റെ പരിപാടികൾ ബാക്കി സാധനങ്ങളൊക്കെ ഇടുന്നതിന്റെ കൂട്ടത്തിൽ ഇടും. ഇപ്പൊ നമ്മൾ തൽക്കാലം ഈ ഒരു 3 സാധനം ഇടുന്നുള്ളൂ. അതേ പോർക്ക് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ കുറച്ചു നേരം കൂടി ഇങ്ങനെ വെച്ച് പോർക്ക് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. വളരെ എളുപ്പമാണ്, അധികം കോംപ്ലിക്കേഷൻ ഒന്നും, അധികം സാധനങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏറിപ്പോയ ഒരു 6-7 ഐറ്റംസ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ ഇതിന് അച്ചാറിനാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിന് മുന്നേ ട്രൈ ചെയ്തപ്പോഴാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് തന്നെ പിന്നെ നമ്മൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു തീരുമാനം എടുത്തത്. ഏറ്റവും കളറിൽ വന്നിട്ട് എന്തിട്ട് പറയാ, നല്ല കലക്കനായിട്ട് വറുത്ത് കയറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്തിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് വറുത്ത്, പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് സെറ്റപ്പ് ഒരു അച്ചാറങ്ങ് പറയാം. അല്ലാണ്ട് ഇതൊരു തൃശ്ശൂക്കാരൻ തൃശ്ശൂർ ഭാഷ മറന്നു തന്നെ. ഇംഗ്ലീഷ് പറയണം, മലയാളം പറയണം, ഭാഷ പറഞ്ഞതന്നെ മനുഷ്യൻ. അപ്പൊ അത് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് തുടങ്ങാം. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഉലുവയുടെ കടുകിന് നല്ല തൃശ്ശൂർ പൊട്ടണ പോലെ പൊട്ടട്ടെ. നമ്മളിത് സെയിം എണ്ണയാണ്, നമ്മൾ പോർക്ക് വറുത്ത അതേ എണ്ണയാണ്. അതിൽ തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യണത്. വേറെ എണ്ണ എടുക്കേണ്ട കാര്യമില്ല, സെയിം എണ്ണ തന്നെ നമുക്ക് തീർക്കാവും. അപ്പൊ കടുക് നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി ഉലുവിടാം. അപ്പൊ ആവശ്യത്തിന് ഉലുവേ, ആവശ്യത്തിന് കടുക് ഇട്ടിട്ട്, ഇതിപ്പോ ഒരു 100 ഗ്രാമോളം ഇട്ടുണ്ടാവും. ഞാൻ കടുകും 100 ഗ്രാമോളം കടുകും 100 ഗ്രാമോളം ഉലുവ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പില ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ അത്രയും വറുത്തെടുത്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ, അതായത് മല്ലിപ്പൊടി കുറച്ചുകൂടി ഇടണം, മഞ്ഞപ്പൊടി കുറച്ചുകൂടി ഇടണം, പിന്നെ മുളക് പൊടി ഇടണം, പിന്നെ മറ്റേ കായത്തിന്റെ പൊടി ഇടണം, പിന്നെ നമുക്ക് കൊഴുപ്പിനനുസരിച്ച് നമുക്ക് പിന്നെ അതിനകത്തോട്ട് സ്വീറ്റ് പെപ്പറൊക്കെ ആഡ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ റെഡിയാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി ഇടാം. നമുക്ക് വേണമെങ്കിൽ എല്ലാം ഒരുമിച്ച് ഇടാം, വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. ഞാൻ പക്ഷെ 1 by 1 ആയിട്ട് ഇടുന്നുള്ളൂ. ആദ്യം ഇഞ്ചി ഒന്ന് വഴറ്റിയതിനു ശേഷം അതിലോട്ട് നമ്മള് വെളുത്തുള്ളി ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യും. ഇത് നല്ല രീതിയിൽ തിളച്ച് മറിയണ എന്തെണ്ണ. അപ്പൊ ഇഞ്ചി ഒന്നായതിനു ശേഷം നമ്മള് വെളുത്തുള്ളി ഇടാണ്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പച്ചമുളകിനെ ആഡ് ചെയ്യാം. പച്ചമുളക് ഇങ്ങനെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പില ഇടുകയാണ്. അപ്പൊ ഇനി കുറച്ചു നേരം വേണ്ടി 5 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് വഴണ്ടു വരും പച്ചമുളകും എല്ലാം. അപ്പൊ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാം. അതേപോലെ ഈടലായിട്ട് വരുന്നുണ്ട് എല്ലാം. അപ്പൊ അതെ നല്ല മണക്ക് വരുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കിടന്ന് നല്ല തളച്ചെണ്ണയിൽ മൊരിയണ മണം വരുന്നുണ്ട്. അപ്പൊ ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങാം. ഇനി കൂടിപ്പോയി ഒരു 5-6 മിനിറ്റ് കയറുള്ള നമുക്ക് അച്ചാർ സെറ്റാണ്. അപ്പൊ നമ്മള് പൊടികളൊക്കെ ഇടാൻ പോവാണ്. നമ്മള് നാട്ടിൽ നിന്ന് പറഞ്ഞ നല്ല പൊടിപ്പിച്ച മുളക് പൊടി ഉണ്ട്. അത് നമ്മൾ കുറച്ചു മുളകാണ്, നല്ല എരിവാണ്. അപ്പൊ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആ പൊടി ഇടാം. പിന്നെ നമ്മൾ ഇടുന്നത് സ്വീറ്റ് പെപ്പറിക്കാണ്. അപ്പൊ നമ്മള് നല്ലൊരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. അതൊന്ന് ഇളക്കിയതിനു ശേഷം നമ്മള് സ്വീറ്റ് പെപ്പറിക്ക ഇടണം. ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഒരു 100 ഗ്രാമോളം സ്വീറ്റ് പെപ്പറിക്ക ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മുളകും ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ മുളകൊക്കെ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി കായപ്പൊടി ഇടാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് LGയുടെ കായപ്പൊടിയാണ്. ഇതിന് ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് വേണം ഉപയോഗിക്കാം. കായപ്പൊടി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പീസായിട്ട് വന്നതായാലും ഇടാം, കുഴപ്പമില്ല. നല്ലൊരു മീഡിയം സൈസ് ഒരു പീസ് ഇട്ടാൽ മതി. അത് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ കായ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് 2 മിനിറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറ് പൊഴിക്കാം. എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലോട്ട് വിനാഗിരി ആഡ് ചെയ്യാം. അതേ നമ്മൾ വിനാഗിരി ആഡ് ചെയ്യണം. പിന്നെ ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് തിളക്കണം. ഇങ്ങനെ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് മീറ്റിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കണ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് നല്ല പോർക്ക്. വറുത്ത് വെച്ചിരിക്കണ പോർക്ക് നമുക്ക് ഇതിലോട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് വിനാഗിരി ആഡ് ചെയ്തപ്പോ നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. ഗ്രേവി ഒക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് തിളക്കണം. ആ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മീറ്റ് ആഡ് ചെയ്തതാണ്. അപ്പൊ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോഴാണ് ഉപ്പിടണേ. നമ്മളെ ആവശ്യമുള്ള ഉപ്പാൻ ഇടുക. ഞാനൊരു 1.5 സ്പൂണോളം ഇടുന്നുണ്ട്. ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഗ്രേവി. ഇത്ര നേരം എണ്ണ മയത്തി കടന്ന സാധനം ഇപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവി സെറ്റായി വന്നിട്ടുണ്ട് സാറിന്റെ. നമുക്ക് ഇതിനകത്തോട്ട് ഇനി മീറ്റ് ഇടാം. ഇതാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീറ്റാണ്. നമ്മൾ മൊത്തം നേരത്തെ കിട്ടുന്നത്. അതേപോലെ നൈസ് സാധനമായിട്ട് വരുന്നുണ്ട്. ഇത് കൂട്ടി ചോറൊരു പിടി പിടിച്ചാണ്ടല്ലോ. നമുക്ക് എത്ര വേണമെങ്കിൽ കൊണ്ടാം, ഇരുന്നാം കൊണ്ടാം. വേറെ ഒരു കറിയും വേണ്ട.
അപ്പൊ അതൊന്നും ഇരുന്നങ്ങ് തിളക്കട്ടെ. അതൊന്ന് നല്ല രീതിയിൽ തിളച്ച് വിനാഗിരിയൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് സാധനം എങ്ങനെ ഇട്ട് നോക്കാം. സാധനം നല്ല തിളച്ച് വരുന്നുണ്ട്, നല്ല തിക്കായിട്ട് നല്ല ഗ്രേവി. ഇത് പറയുമ്പോ എല്ലാ പ്രോട്ടീനും പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ബീഫ് ആയാലും ചിക്കൻ ആയാലും എന്താ ചേർന്നതായാലും ഒരേ പ്രോസസ് തന്നെയാ. ടേസ്റ്റും സെയിം ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്, നല്ല രുചിയുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഒന്നുകൂടെ വെട്ടി തിളച്ചോട്ടെ. അതെ, നമ്മുടെ പോർക്കച്ചാറ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നല്ല നാടൻ രീതിയിലുള്ള പോർക്കച്ചാറിലൂടെ കലക്കനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല കൊഴുപ്പും നല്ല എന്താ പറയാ നല്ല കലക്കനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം. ഇത് നമ്മള് ഏത് പ്രോട്ടീൻ ചെയ്യാനായാലും ഇങ്ങനെ ചെയ്യാം. ചിക്കൻ ആയാലും ബീഫ് ആയാലും മീനായാലും സെയിം രീതിയിൽ ചെയ്യാം. ഒരു വെറൈറ്റി സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ. നമുക്ക് കഴിച്ചു കഴിക്കാം. അപ്പൊ നമ്മുടെ നാരങ്ങച്ചാറി ഇതുപോലെ ഇപ്പൊ തന്നെ ഇത് ഫുൾ സെറ്റ് ആവില്ല. നമ്മുടെ മീറ്റിലേക്ക് എന്താ പറയാ പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കണം. പക്ഷെ ഇതിന്റെ ഗ്രേവി ഒക്കെ ഇപ്പൊ നല്ല നൈസാണ്, നല്ല സ്മൂത്ത് ആണ്, നല്ല തിക്കാണ്. അപ്പൊ ഒരു 2 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ മീറ്റിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് നല്ല കലക്കനായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഒന്ന് വീട്ടിൽ ഇതേപോലെ ചെയ്ത് നോക്കുക. അതിന്റെ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ചാനലിൽ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയിൽ നമുക്ക് ഫ്യൂഷനോ അല്ലെങ്കിൽ നാടൻ രീതിയിലുള്ള ഫുഡോ അല്ലെങ്കിൽ യാത്രാ വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നവരെ ഗുഡ് ബൈ.